ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നോക്കിയ മോഡൽ നമ്പർ TA1010 എന്ന് പറയുന്ന മോഡലിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് കത്തും, ഡിസ്പ്ലേയിലൊന്നും തെളിയുകയില്ല, അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. കീപാഡ് ലൈറ്റ് ഒക്കെ തെളിയുന്നുണ്ട്. നമ്മൾ സെൻറ്റർ ബോഡിയിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ റിങ്ങറും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇത് കസ്റ്റമർ പറഞ്ഞത് ഇത് വാട്ടർ ഡാമേജ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം ഒന്ന് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക, അതിൻ്റെ ഷീൽഡ് അഴിച്ച് ചൊവ്വയെ ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ എന്നിട്ടും എൻ്റെ കേസിൽ ഇത് സംഭവം ഡിസ്പ്ലേക്കകത്ത് വെള്ളം കയറിയത് തന്നെയാണ്. അപ്പം മിക്കവാറും കംപ്ലൈൻറ്റ് വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വെള്ളം ഇരിക്കുന്നുണ്ടോ? അപ്പം ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയ ഡിസ്പ്ലേ മാറുക എന്നുള്ളതാണ്. ഇതിന് 12 ലെഗുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേ ഒരെണ്ണം മാറുക. പിന്നെ ഇതിൻ്റെ വരുന്ന വേറൊരു കംപ്ലൈൻറ്റ്, ഇതേ കംപ്ലൈൻറ്റിന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്റ് ബ്രേക്കാണ്. പ്രിൻ്റ് ബ്രേക്ക് വരുന്നത് ഇതിൻ്റെ കണക്ഷൻ എല്ലാം കയറുന്നത് നേരെ അപ്പുറത്തെ സൈഡിലേക്കാണ്. അപ്പോൾ എല്ലാം സ്പെയറുകളിലേക്ക് തന്നെയാണ് കയറുന്നത്. അപ്പോൾ അത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കി നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഓരോ കണക്ഷനും ഇതിൽ ആദ്യത്തെ കണക്ഷൻ മാത്രം കണക്ഷൻ ഇല്ലാത്തതാണ്, നോ കണക്ഷനാണ്. ബാക്കിയുള്ള എല്ലാ കണക്ഷനുകളും ഞാൻ ഓരോ കളറിട്ട് വരച്ചിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു പ്രോബ് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് വെച്ച് നിങ്ങൾ എല്ലാ കണക്ഷനിലും നോക്കുക. ആദ്യത്തെ കണക്ഷനാണ്, അതിൽ റെസിസ്റ്റൻസ് കാണിക്കണ്ട. ബാക്കിയുള്ള എല്ലാ കണക്ഷനിലും റെസിസ്റ്റൻസ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അഥവാ ഏതെങ്കിലും കണക്ഷൻ വരുന്നില്ലെങ്കിൽ ആ കണക്ഷൻ ബ്രേക്കാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതിൽ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ഏത് ലൈനാണോ നിങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടത് ആ ജമ്പർ മാത്രം എടുത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.